ദേശീയ ഗെയിംസ് ഹോക്കി മത്സരങ്ങൾ നടക്കുന്ന കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയത്തിലെ ഒരുക്കങ്ങൾ അവസാന ഘട്ടത്തിലാണ്. സിന്തറ്റിക് ടർഫിംഗ്, കളിക്കാരുടെ റെസ്റ്റിംഗ് ആൻഡ് ചേഞ്ചിങ് റൂം, ഡോപ്പ് റൂം, മീഡിയ റൂം, VIP ലോഞ്ച്, കോൺഫറൻസ് ഹാൾ, പൊതുജനങ്ങൾക്കുള്ള ഗാലറി, പവലിയൻ എന്നിവയുടെ ജോലികൾ പുരോഗമിക്കുകയാണ്. VIP ഗാലറിയുടെ പണി പൂർത്തിയായിട്ടുണ്ട്. സ്റ്റേഡിയത്തിന് മുൻവശത്തുള്ള റോഡിൻ്റെയും ചുറ്റുമതിലിൻ്റെയും മിനുക്കുപണികൾ നടന്നുകൊണ്ടിരിക്കുന്നു. കൊല്ലം പട്ടണത്തിൻ്റെ ഹൃദയഭാഗത്തായതിനാൽ കാണികൾക്ക് പെട്ടെന്ന് കളി കാണാനുള്ള യാത്രാ സൗകര്യവും ഇവിടെയുണ്ട്. സ്റ്റേഡിയത്തിൻ്റെ പ്രധാന കൺസൾട്ടൻ്റായ BSNLൻ്റെ നേതൃത്വത്തിലാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. ഹോക്കി സ്റ്റേഡിയത്തിൻ്റെ പണി ഇവിടെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ സിന്തറ്റിക് ടർഫ് ഫീൽഡ് അതിൻ്റെ പണി നടക്കുന്നുണ്ട്. 10 ദിവസത്തിനകം എല്ലാ പണികളും പൂർത്തീകരിക്കത്തക്ക രീതിയിലാണ് നമ്മൾ വർക്ക് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. കേരളം ഉൾപ്പെടെ പുരുഷ വനിതാ വിഭാഗത്തിൽ 8 വീതം ടീമുകളാണ് ഇവിടെ മാറ്റുരയ്ക്കുന്നത്. സിന്തറ്റിക് ടർഫിങ്ങിലുള്ള കേരളത്തിലെ ആദ്യത്തെ സ്റ്റേഡിയമാണ് കൊല്ലത്ത് ദേശീയ ഗെയിംസിനായി ഒരുങ്ങുന്നത്. 1976 ശേഷം മൗണ്ടറിൽ ഒളിമ്പിക്സിലാണ് ഈ സ്റ്റേഡിയം, ആസ്ട്രോടർഫ് സ്റ്റേഡിയം ആദ്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. അതിനുശേഷം 38 വർഷം, ഏകദേശം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 38 വർഷത്തിന് ശേഷമാണ് കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ഹോക്കി സ്റ്റേഡിയം തന്നെ ഇവിടെ വരുന്നത്. അത് ഈ നാഷണൽ ഗെയിംസോടുകൂടി ഈ സ്റ്റേഡിയം പൂർത്തിയാകുന്നതോടുകൂടി കേരളത്തിലെ താരങ്ങൾക്ക്, ഹോക്കി താരങ്ങൾക്ക് കളിച്ച് വളർന്ന് വലുതാകാൻ, ഈ രാജ്യത്തിൻ്റെ മുതൽക്കൂട്ടാവാനായിട്ട് ഈ സ്റ്റേഡിയം വളരെ പ്രയോജനം ചെയ്യും. വരും കാലങ്ങളിൽ നിരവധി ദേശീയ, അന്തർദേശീയ താരങ്ങൾക്ക് വളർന്നു വരാനുള്ള വേദിയായി ന്യൂ ഹോക്കി അന്താരാഷ്ട്ര സ്റ്റേഡിയം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ദേശീയ ഗെയിംസിനായി കൊല്ലം ന്യൂ ഹോക്കി സ്റ്റേഡിയവും ഒരുങ്ങിക്കഴിഞ്ഞു. മലയാളി താരം PS ശ്രീജേഷ് അടക്കമുള്ള ദേശീയ താരങ്ങളുടെ അഭാവം ഹോക്കി മത്സരങ്ങളുടെ തിളക്കം കുറയ്ക്കുമെങ്കിലും നമ്മുടെ ദേശീയ കായിക വിനോദമായ ഹോക്കിയെ ആവേശത്തോടെ വരവേൽക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കൊല്ലത്തെ കായിക പ്രേമികൾ. കൊല്ലത്ത് നിന്നും ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി രജു കോലിയക്കോട്.